അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആയിഷമ്മ അതാ കുഞ്ഞിൻ്റെ മുടി കളയുവാൻ വേണ്ടി മടിയിൽ വെച്ച് കൊടുത്തിരിക്കുന്നു. ആ സമയത്താണ് അതാ ആ ഒരു വിളി കേട്ടത്. ഉമ്മ. ഒരു നിമിഷം ആയിഷമ്മ ഞെട്ടിപ്പോയി. അതെ, ആ വിളിച്ചത് എൻ്റെ. ആയിഷമ്മ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കി. ഒരു നിമിഷം ആയിഷമ്മ ഞെട്ടിപ്പോയി. റബ്ബേ, മോനെ നവാസേ, ഉമ്മാൻ്റെ കുട്ടി വന്നോ? ഉമ്മാൻ്റെ കുട്ടി എവിടെയായിരുന്നു? അതെ, 14 ദിവസത്തിന് ശേഷം ജയിലിൽ നിന്നിറങ്ങിയതാണ് നമ്മുടെ നവാസ്. അതെ, ജാമ്യത്തിന്. ഒരു നിമിഷം ഐഷുമ്മയുടെ നിയന്ത്രണം തെറ്റിപ്പോയി. കുഞ്ഞിനെ അപ്പോഴേക്കും അതാ റജിനത്ത മടിയിൽ വെച്ചു. മോനെ, എൻ്റെ കുട്ടി എന്തെങ്ങനെ? അതെ, നവാസ് ആളാകെ മാറിയിരിക്കുന്നു. താടിയും മുടിയും വളർന്നിരിക്കുന്നു. ആകപ്പാടെ മുഖത്ത് നിന്ന് ആ പ്രകാശം നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തെന്നറിയില്ല, മകൻ്റെ ഈ ഒരു മാറ്റം കണ്ട് ആയിഷമ്മ ഒരു നിമിഷം ഞെട്ടിത്തരിച്ചു പോയി. അവർ ഓടിച്ചെന്ന് തൻ്റെ പൊന്നുമോനെ കെട്ടിപ്പിടിച്ചു. മോനെ, ഉമ്മാൻ്റെ കുട്ടി എവിടെയായിരുന്നു? മതി മതി ബിസിനസ്സും കാര്യങ്ങളൊക്കെ. എൻ്റെ കുട്ടി ഇനി എങ്ങോട്ടും പോകണ്ട. അവിടെ ഈ കോലത്തിലായിരുന്നോ എൻ്റെ കുട്ടി ജീവിച്ചേണ്ടത്? ആയിഷമ്മ കരഞ്ഞുകൊണ്ട് അതാ നവാസിൻ്റെ നെഞ്ചിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അതാ കെട്ടിപ്പിടിക്കുന്നു. കൂടെയുള്ളവരെല്ലാം അത് കണ്ട് കണ്ണുകളിൽ വെള്ളം നിറക്കുന്നു. ഒരു നിമിഷം ആയിഷമ്മ മോനെ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, പൊന്നു മോനെ, ഇനി പോകണ്ട ഉമ്മാൻ്റെ കുട്ടിട്ടാ, ഇനി മതി ബിസിനസ്. ഉമ്മാൻ്റെ കുട്ടി ഇനി പോവല്ലേ. ഈ കോലത്തിൽ ഉമ്മാക്ക് എന്നെ കാണാൻ വയ്യ. എൻ്റെ കുട്ടി എത്ര നല്ല മട്ടത്തിൽ കഴിഞ്ഞ് എൻ്റെ കുട്ടിയായിരുന്നു. എന്തെൻ്റെ കുട്ടിക്ക് പറ്റിയത്? എന്ത് ബിസിനസ് എൻ്റെ കുട്ടി ചെയ്യാൻ പോണത്? മോനെ, ഭക്ഷണം കഴിക്കേ. വരി ഉമ്മ, ഞാൻ വരാം. ഞാനൊന്നും കൂടെ ഫ്രഷായിട്ട് ഞാൻ വരാം. മോനെ, എന്തെങ്കിലും കഴിക്കടാ. അല്ല, സത്യം പറയും, എൻ്റെ കുട്ടി എന്ത് ബിസിനസ്സിനാണ് പോയത്? ഈ ബിസിനസ് ചെയ്യുന്നവർ ഇത്രക്കും ഈ കോലത്തിലാവുമോ? എവിടെയാണ് ഉമ്മാൻ്റെ മോന്? താടിയും മുടിയും വളർന്ന അവൻ. ഒരു നിമിഷം അവൻ്റെ കണ്ണുകളിൽ എന്തെന്നില്ലാത്ത ഒരു ഭയമായിരുന്നു. പഴയ സന്തോഷമില്ല. വെളുത്തു തൊടുത്ത തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ ആ ഒരു മുഖം കാണുന്നില്ല. പകരം മങ്ങിയ ഒരു തൊലിയായി മാറിയിരിക്കുന്നു മൊത്തത്തിൽ. എന്തിൻ്റെ കുട്ടിക്ക് പറ്റിയത്? എൻ്റെ കുട്ടിക്ക് അവിടുത്തെ കാലാവസ്ഥ പറ്റിയിട്ടില്ലേ? കുട്ടിഞ്ഞ് പോകണ്ടട്ടോ. സ്നേഹത്തോടെ ഐഷുമ്മ അതാ അവനെ ഒരുപാട് ചുംബിച്ചു. ഉമ്മ, നിങ്ങൾ കർമ്മത്തിലേക്ക് കടക്കി. ഞാൻ അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. ഞാൻ വരാം. അപ്പോഴേക്കും അതാ നവാസ് ഫ്രഷായി വന്നു. എന്നാൽ അവൻ്റെ താടിയും മുടിയുമൊക്കെ വെട്ടാനുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതിന് പോയാൽ ശരിയാവില്ലല്ലോ എന്ന് കരുതി അവൻ ജയിലിൽ നിന്ന് നേരിട്ട് വരികയായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും അറിയുന്നില്ല തൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ ജയിലിലായിരുന്നു എന്ന്. എന്നാൽ ഫസീലയും അത് കണ്ട് കരഞ്ഞു പോയി. ഫസീല ആ ഒരു കാഴ്ച കണ്ട് അദ്ദേഹത്തിൻ്റെ അരികിലെത്തി. ഇക്ക. ഫസി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഇക്ക, ഇതെന്തിങ്ങനെ? എടീ, ടൈം കിട്ടിയില്ലടേ, ഒന്നിനും ടൈമില്ല, അതുകൊണ്ടാ. ഇക്ക, മതി, ഇനി പോകണ്ട കേട്ടോ അങ്ങോട്ട്. ബിസിനസ് ക്യാഷൊക്കെ അത്ര മതി. നമുക്ക് ജീവിക്കാനുള്ള വരുമാന മാർഗ്ഗമൊക്കെ ഉണ്ടല്ലോ ഇവിടെ. പിന്നെ ഇപ്പം എന്താ, ഗൾഫിലുണ്ട്. പിന്നെ എന്തിനാ മുംബൈയിൽ പോയിട്ട് കഷ്ടപ്പെടുന്നത്? മോളെ, ഇൻഷാ അല്ലാ, പക്ഷെ പോകാതിരിക്കാൻ പറ്റൂലല്ലോ. ഇക്ക, ഈ രൂപത്തിൽ ഇക്കാനെ കാണുന്ന ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്നാൽ ഇക്ക വരി, സൗദി ഉണ്ട് ആ റൂമിൽ. അവളെന്താ അവിടെ? അതെ, അവൾ അവിടെ കിടപ്പിൽ തന്നെയാണ്. നിങ്ങൾ വരി. ഫസീല സ്നേഹത്തോടു കൂടി തൻ്റെ ഭർത്താവിനെ കൈപിടിച്ചുകൊണ്ട് അതാ സൗദിയുടെ റൂമിലേക്ക് കടന്നു. എന്നാൽ സൗദ ആളുകളുടെ ഒച്ചപ്പാടും ബഹളവും എല്ലാം കൊണ്ട് അവൾ അരികിലേക്ക് തലയണ കൊണ്ട് ചെവി പൊത്തി കിടക്കുകയായിരുന്നു. സൗദ, സൗദ, ഫസീല വിളിച്ചു. എന്താ സൗദ? നോക്കിക്കേ, ആരെ വന്നതെന്ന്. ഒരു നിമിഷം അവൾ ഞെട്ടിത്തെരിച്ച് എഴുന്നേറ്റു. ഇതേതീ ഭ്രാന്തൻ? അവൾ ഉച്ചത്തിൽ പറഞ്ഞു. എന്നാൽ അത് കേട്ട് നവാസിൻ്റെ മുഖം വല്ലാതായി. അതെ പെണ്ണെ, ഇത് ഇക്കയാണ്, നവാസ്കയാണ്. നവാസ്ക ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഓ, നവാസ്കയായിരുന്നോ? ഞാൻ വിചാരിച്ചു വല്ല ഭ്രാന്തനായിരിക്കുമെന്ന്. ഇക്ക, നിങ്ങൾ കാര്യമാക്കണ്ട. അവൾക്ക് കുറച്ചൊരു മാനസികപരമായിട്ട്
ടെൻഷൻ ഉണ്ടായതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. സൗദ, നിനക്ക് ഇക്കാനോടൊന്നും പറയാല്ലേ? എന്ത് പറയാൻ ആ ഭ്രാന്തനോട്? ശരിക്കും അത്രക്കും വളരെയധികം മോശമായ രീതിയിലാണ് സൗദ നവാസിനെ ചിത്രീകരിച്ചത്. എന്നാൽ നവാസ് വന്നത് അവൾക്ക് അത്ര പറ്റിയിട്ടില്ല. നവാസ് വന്നാൽ പിന്നെ ഫസീല ഓൻ്റെ കൂടെ അങ്ങ് വിലസുകയായിരിക്കും. അതുകൊണ്ട് തന്നെ അവൾ പുച്ഛഭാവത്തിലായിരുന്നു. അവൾക്കിപ്പോഴും ഇഷ്ടം ഷമ്മാസിനെയായിരുന്നു. നവാസ് അവൻ്റെ പണം മതി, അല്ലാതെ വേറൊന്നും വേണ്ട. ആ, എന്തൊക്കെ തന്നെയാലും വേണ്ടിയില്ല. അവൾ ശരിക്കൊരു ഭ്രാന്തിയെ പോലെ തന്നെ അപ്പോഴും അവിടെ അഭിനയിച്ച് കിടന്നു. എന്നാൽ നവാസ്, ഫസീലും ഇങ്ങോട്ട് പോര്. എന്നാൽ ഫസീലയും നവാസും അതാ മറ്റൊരു റൂമിലേക്ക്. അവിടെ മുടികളച്ചിൽ കർമ്മമെല്ലാം നടക്കുകയാണ്. ഫസീല ഒരു നിമിഷം, ഇക്കാക്ക് റെസ്റ്റ് എടുക്കണോ? ഏയ് വേണ്ട ഫസി, സോറി മുത്തേ. അവളുടെ അടിവയറ്റിൽ പതുക്കെ അവൻ കൈകൾ വെച്ചു. അള്ളാഹു നമുക്ക് നൽകിയത് ഒക്കെ ഞാൻ അറിഞ്ഞു, എന്തൊക്കെ തന്നെയാലും. പിന്നെ സാരല്ല, ഞാൻ ഇക്ക ഇനി പോകണ്ടിക്ക കേട്ടോ. എന്നാൽ ഫസീലയെ അതാ നവാസ് കെട്ടിപ്പിടിച്ചു, ചുംബനങ്ങൾ അർപ്പിച്ചു. എന്നാൽ അതിനിടയിൽ അതാ സൗദക്ക് സംശയം തോന്നി. ഇല്ല, അവര് നല്ലതിനല്ല പോയത്. സൗദ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു, വാതിൽ തുറന്നു. അത് എല്ലായിടത്തും ആളുകളാണ്. എന്നാൽ ഒരു റൂമിൻ്റെ വാതിൽ അവിടെ അടഞ്ഞു കിടക്കുന്നത് സൗദ കണ്ടു. അവൾ പതുക്കെ ചാരിവെച്ച ആ വാതിൽ പതുക്കെ ഒന്ന് തുറന്നു നോക്കി. എന്നാൽ അവിടെ കണ്ട ആ കാഴ്ച അവളെ ദേഷ്യം പിടിപ്പിച്ചു. അതെ, നവാസിൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് ഫസീല കരയുകയാണ്. അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന രംഗം കണ്ടപ്പോൾ സൗദ ഉറക്കെ, ആ അങ്ങക്ക് ഇതല്ല ഇവിടെ പണി എന്നുറക്കെ വിളിച്ചലറി. ഒരു നിമിഷം അതാ നവാസും ഫസീലയും വേർപിരിഞ്ഞു. സൗദ, നിൻ്റെ അടുത്തേക്ക് വന്നതല്ലേ, നീ മൈൻഡ് ചെയ്യാതെ ഭ്രാന്തനെന്ന് വിളിച്ച് പറഞ്ഞതല്ലേ? എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എന്തോ കള്ളത്തരുണ്ട് എന്നുള്ളത്. കള്ളത്തരോ? ശരിക്കും നവാസ് ഞെട്ടിപ്പോയി. സൗദ, നീ എന്നെ മൈൻഡ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ എന്നെ മൈൻഡ് ചെയ്യുന്ന ഭാര്യയുടെ അടുത്ത് എനിക്ക് പോകണ്ടേ? നവാസിൻ്റെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ ശരിക്കും സൗദ ചൂളിപ്പോയി എന്ന് തന്നെ പറയാം. ഇപ്പോഴും കിള്ളക്കുട്ടികളെന്ന വിചാരം. ഇതന്നെ പണി, പള്ളിയിലുണ്ടാക്കലും ഇതന്നെ. ഞാനെടുത്ത് ഇവിടെ ഉള്ള കാര്യമൊന്നും അറിയില്ല. സുഖമില്ലാത്ത ഒരാളെ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് നിങ്ങളിങ്ങനെ സുഖിക്കുക. എന്നാൽ സൗദയുടെ ആ വർത്താനം ശരിക്കും ഫസീലക്കത് വല്ലാത്ത വിഷമം തോന്നി. സൗദ, നിന്നോട് പറഞ്ഞതല്ലേ, ആദ്യമായി നിൻ്റെ അടുത്തേക്കാണ് ഞാൻ കൂട്ടി വന്നത്. പക്ഷെ നീ മൈൻഡ് ചെയ്തില്ല, നീ അവിടെ തിരിഞ്ഞ് കിടക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ എൻ്റെയും കൂടെ ഭർത്താവ് തന്നെയല്ലേ, ഞങ്ങൾക്കും ഉണ്ടാവില്ലേ കുറച്ച്. ആയിക്കോട്ടെ, എല്ലാം ഉണ്ട്, ആയിക്കോട്ടെ, എന്താന്നില്ലേ, രണ്ടും കൂടി അതിൻ്റെ ഉള്ളിലാണിപ്പോൾ. എന്നാൽ നവാസിന് ദേഷ്യം പിടിച്ചു. സൗദ, സൂക്ഷിച്ച് സംസാരിക്കണം. ഞാൻ നിൻ്റെ അടുത്തേക്കാണ് ആദ്യം വന്നത്. പക്ഷേ നിങ്ങളെ താടി മുടും കോലം കണ്ട ഒരു ഭ്രാന്തൻ ലുക്കാണ്. എൻ്റെ അടുത്തേക്കും നിങ്ങൾ ഈ കോലത്തിലൊന്നും വരണ്ട എന്ന് പറഞ്ഞ് സൗദ പുച്ഛത്തോടെ അവനെ കളിയാക്കി. എന്നാൽ ഫസീല അവൻ്റെ കൈകൾ പിടിച്ചു പറഞ്ഞു, കാര്യാക്കണ്ട, അവൾക്കൊരു ബുദ്ധി കുറവുണ്ടായതുകൊണ്ട് പറയാണ്. സാരല്ല, ഒക്കെ ശരിയായിക്കോളും. ഞാൻ എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കാൻ ശ്രമിക്കാം. വേണ്ട, ഇനി മാറ്റിയെടുക്കണമെന്നില്ല. എന്നാൽ മിസിയുടെ കയ്യിലായിരുന്നു നവാസിൻ്റെ മോനെ. ഫസീലയോട് ചോദിച്ചു, എവിടെ നമ്മുടെ കുട്ടി? അതെ, മിസിരി അങ്ങോട്ട് കൊണ്ടേക്കണ്. ആയിക്കോട്ടെ, ആരെങ്കിലുമൊക്കെ നോക്കാനുണ്ടല്ലോ അല്ലേ? സാരല്ലേ, കക്ക റെഡിയാവും, ഞാൻ റെഡിയായിക്കൊണ്ട് സൗദന കേട്ടോ. എന്തായാലും നിങ്ങൾ ഇന്നത്തെ ജീവിതത്തിൽ ഇന്നത്തെ രാത്രി അവളുടെ കൂടെ കഴിയണം. ഫസീല, നീ എന്തേ പറയുന്നത്? എനിക്ക് ഒരിക്കൽ പോലും അവളുടെ അടുത്ത് പോകാൻ ആഗ്രഹമില്ല. അവൾക്ക് എന്നെ പുച്ഛമാണ് ഒരു തരം. അവർക്കൊക്കെ എൻ്റെ ക്യാഷ് മാത്രം മതി, എന്നെ വേണ്ട. സാരല്ല, എന്തായാലും അവൾ ചെറുപ്പല്ലേ എന്നെക്കാളും. അപ്പോൾ ഈ രാത്രി നിങ്ങൾ അവളെ കൂടെ കഴിയണം കേട്ടോ. അതാണ് എനിക്കിഷ്ടം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു തരാം ഈ രാത്രി. ഫസീല, എനിക്ക് ഒരുപാട് രാത്രികളില്ല, എനിക്ക് എണ്ണപ്പെട്ട രാത്രികളേ ഉള്ളൂ. അതെന്താ? അത് എനിക്ക് വീണ്ടും ബിസിനസ്സിന് പോകണം. ദയവായി പ്ലീസ്, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് പണത്തിന് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ കൈകളിലെ വളയും എൻ്റെ കഴുത്തിലെ മാലയും പാദസരവും എല്ലാം ഞാൻ ഊരിത്തരാം. നമുക്ക് ഇവിടെ കഴിയാം.
ദുബായിലുണ്ടല്ലോ ബിസിനസ്സും കാര്യങ്ങളും. നീ നിൻ്റെ ആഭരണങ്ങൾ നൂരേണ്ട ഒരാവശ്യമില്ല. ഇക്ക ഇനി എങ്ങോട്ടും പോകണ്ട. അതെ, സൗദിയും ഞാനും അങ്ങനെ അങ്ങനെ മാറി മാറി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവും. നോക്കട്ടെ ഇൻഷാ അല്ലാ. അങ്ങനെ നവാസ് അപ്പോഴേക്കും പന്തലിലേക്ക് ചെന്നു. അതെ, കുട്ടികളുടെ മുടിയെല്ലാം കളഞ്ഞ് വട്ടക്കുട്ടികളായി മാറിയിരിക്കുന്നു. ഐഷുമ്മ അത് കണ്ട് സന്തോഷം. ഐഷുമ്മക്ക് നിരട്ടി സന്തോഷമാണ്. കാര്യം മറ്റൊന്നുമല്ല, ഒന്നെൻ്റെ പൊന്നുമോ നവാസ് എത്തിയിരിക്കുന്നു. പിന്നെ ഈ മക്കളുടെ മുടികളച്ചിൽ റാഹത്തോടു കൂടി കഴിയുന്നു. എന്നാൽ അറവിൻ്റെ സമയമായപ്പോഴേക്കും ഐഷുമ്മ ഉദ്ദേശിച്ചതുപോലെ 2 ഒട്ടകങ്ങൾ നമ്മുടെ പുത്തൻ വീട് തറവാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സന്തോഷം. ഐഷുമ്മ പറഞ്ഞു, എൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ എടുത്താണ് മക്കളെ. അങ്ങനെ ഷമ്മാസ് ഉമ്മയെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തു. മാഷാ അല്ലാ, ഏതായാലും നല്ല ഉഷാറായിട്ടുണ്ട് ഉമ്മ ഇത്. അങ്ങനെ എല്ലാവരും കൂടെ പോത്തിനെയും ആടുകളെയും ഒട്ടകങ്ങളെയും ഒക്കെ അക്കീക്കത്ത് അറുത്തു. എല്ലാവർക്കും വേണ്ടിയുള്ള ഭക്ഷണം എല്ലാം സെറ്റാക്കി. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു. മറുഭാഗത്ത് കുട്ടികളുടെ പേരിട്ട ആ ഒരു സന്തോഷമായിരുന്നു എല്ലാവർക്കും. പേര് എല്ലാവരും ഓരോന്ന് സെലക്ട് ചെയ്ത് വെച്ചിരുന്നു. എന്നാൽ നമ്മുടെ ഐഷുമ്മക്ക് ഇഷ്ടമായത് മറ്റൊന്നുമല്ലായിരുന്നു. അതെ, നമ്മുടെ മുത്തുഹബീബിൻ്റെ പ്രിയപ്പെട്ട കുട്ടികളുടെ പേര്. അതെ, നമ്മുടെ ഫാത്തിമ ബീവിയുടെ കുട്ടികളുടെ പേര് ഹസൻ, ഹുസൈൻ എന്നായിരുന്നു പേര് വെച്ചത്. സത്യം പറഞ്ഞാൽ അത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. ഐഷുമ്മയുടെ മനസ്സിലുള്ള ആഗ്രഹമായിരുന്നു അത്. ആ കുഞ്ഞുങ്ങൾക്ക് ആ പേര് വെക്കണം എന്നുള്ളത് ഉസ്താദിന് വല്ലാത്ത സന്തോഷമായി. റബ്ബേ, സമീറക്കാണെങ്കിൽ അതിലേറെ സന്തോഷം. എല്ലാവരും സന്തോഷത്തോടു കൂടെ ആ മുടികളച്ചിൽ കർമ്മം അവിടെ വളരെയധികം റാഹത്തോടു കൂടി കഴിയുകയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഇറച്ചിയും മാംസമായിട്ടും പിന്നെ പോരാത്തതിന് ഫുഡ് ഐറ്റംസും. ശരിക്കും പുത്തൻ വീട് തറവാട്ടിൽ നല്ലൊരു പരിപാടിയാണിന്ന് നടന്നത്. സത്യം പറഞ്ഞാൽ ഐഷുമ്മയുടെ മനസ്സ് വല്ലാതെ വെമ്പുന്നുണ്ടായിരുന്നു. മോനെ ഷാമോനെ. എന്തുമ്മ? അല്ല, ഫൈസൽ എങ്ങാനും വരുന്നുണ്ടോന്ന് വിളിച്ചു നോക്കിക്കേ. ഞാൻ എന്തൊക്കെയോ സ്വപ്നം കണ്ടീനു. ഇതായിരിക്കും ഉമ്മ എന്തിനിങ്ങനെ കരയണത്? നവാസ്ഖാനെ കിട്ടിയില്ലേ? കിട്ടി മോൻ, എനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ല. എൻ്റെ കുട്ടീൻ്റെ കോലം എന്താടാ അങ്ങനെ? എന്തെൻ്റെ കുട്ടിക്ക് പറ്റിയത്? ഉമ്മ, അതൊക്കെ ബിസിനസ്സും കാര്യമൊക്കെ നടക്കുക. പെട്ടെന്ന് അതിന് തിരക്ക് കിട്ടും. നമ്മളെ നാട്ടിൽ പിന്നെ ഗൾഫിലൊക്കെ എന്ന് വെച്ചാൽ അതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ. ഇത് മുംബൈയിലൊക്കെ ഏത് സ്ഥലത്തൊക്കെ ഏതൊക്കെയാണാവോ, അതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ മുസ്ലിംസ് മുടി വെട്ടുന്നതായിരിക്കും പലർക്കും ഇഷ്ടം. അങ്ങനെ ഉണ്ടാവും. ഉമ്മ കാര്യമാക്കണ്ട. ഒക്കെ ബാർബർ ഷോപ്പിൽ പോയാൽ സെറ്റാവില്ലേ? എൻ്റെ കുട്ടീൻ്റെ മുഖക്കട കരുവാളിച്ചേക്കണല്ലോ. എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത്? ഉമ്മാ, അതേ ഗൾഫ് പോലെയല്ല. ഗൾഫിൽ നിന്ന് വരുമ്പോൾ എല്ലാവരും നല്ല മൊഞ്ചന്മാരായിരിക്കും. കാരണം എന്താ, അറബികളുടെ നാടാണ്, അതുകൊണ്ട് തന്നെ. പിന്നെ ഫുൾ ടൈം AC. ഇവിടെ ആകുമ്പോൾ എന്ന് വെച്ചാൽ അങ്ങനെ ആവില്ല. അതായത് ഇവിടെ ഇന്ത്യയിൽ മുംബൈ നഗരമല്ലേ, അവിടെയൊക്കെ എത്ര സ്ട്രീറ്റുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ എന്ന് വെച്ചാൽ ബിസിനസ്സൊക്കെ ചെയ്താൽ നമ്മളൊക്കെ മാറിപ്പോവും. ആ സാരല്ല, ഉമ്മക്കും മോനെ കിട്ടിയില്ലേ? മോനെ കിട്ടിയടാ. എന്നാലും ഉമ്മ ഇനിയിപ്പോൾ എന്താ, രൂപം മാറ്റാനൊക്കെ എത്ര വലിയ പണിയാണ്. ബാർബർ ഷോപ്പിലൊന്ന് കൊണ്ടുപോയി ഒന്ന് ഫേഷ്യൽ ചെയ്താൽ കഴിഞ്ഞില്ല, ഒക്കെ സെറ്റായി വരുന്നേ. അത് അവിടുത്തെയും കാലാവസ്ഥക്ക് നല്ല മാറ്റം ഉണ്ടാവും. ശരിക്കും ഉമ്മയെ നല്ല രീതിയിൽ സോപ്പിട്ട് പിടിക്കുന്നുണ്ട് ഷമ്മാസ്. ഉമ്മ ഒരിക്കലും അറിയാൻ പാടില്ല. അറിഞ്ഞു കഴിഞ്ഞ് എൻ്റെ ഉമ്മ തളരും. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഉമ്മക്ക് ടെൻഷനുള്ളതൊന്നും കൊടുക്കരുതെന്നുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പോൾ മെഡിസിൻസൊക്കെ കൺട്രോൾ ചെയ്തതാണ്. ഉമ്മ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ബെഡും കുടിക്കുന്ന വാട്ടറും എല്ലാം കൂടെയൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഉമ്മക്ക് നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. പക്ഷെ ടെൻഷനൊന്നും ആക്കാതെ നോക്കണം. അല്ലാ റബ്ബേ, എന്തെങ്കിലും പറ്റിപ്പോയാൽ പഠിച്ചോനെ, ഉമ്മ ഇല്ലാത്തൊരു വീട് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. ഐഷുമ്മ ഇല്ലാതെ എന്ത് വീട്? എന്നാൽ ഈ സമയം കുഞ്ഞു അല്പം സമാധാനത്തോടു കൂടെയാണ് ഇന്ന്. കാരണം മറ്റൊന്നുമല്ല, ഐഷുമ്മ പ്രിൻസിപ്പളിനെ വിളിച്ച് നല്ല രീതിയിലൊന്ന് ചൂടായിട്ടുണ്ട്. എന്നാൽ ഇതിനിടയിൽ വാഫി ഉസ്താദും അവിടെ എത്തിച്ചേർന്നിരുന്നു. വാഫി ഉസ്താദ് ഷമ്മാസിനോട് കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഷാമോൻ, പിന്നെ അതായത് ഇവിടുത്തെ പ്രിൻസിപ്പള് എന്നെ വിളിച്ചിരുന്നു. അതായത് മൂപ്പർക്ക് ഒരുപാട് കോളേജസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്.
പിന്നെ എൻ്റെ പെങ്ങളെ മൂപ്പർക്ക് എന്തെന്നറിയില്ല. ഞാൻ പറയാം അവർക്ക് അദ്ദേഹം വിവാഹിതനാണ്, കുട്ടികളൊക്കെ ഉണ്ട്. അയാൾ പറഞ്ഞു ഞാൻ അവളുമായി ബന്ധമില്ല, ബന്ധം ഒഴിഞ്ഞതാണെന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും നിൻ്റെ പെങ്ങളെ എനിക്ക് വേണമെന്ന് തന്നെ പറയണത്. ഞാൻ പറഞ്ഞു അത് ഇപ്പോൾ അവൾക്ക് താല്പര്യമില്ല. ആര് പറഞ്ഞു? അങ്ങനെയൊന്നുമില്ല, എനിക്ക് അവൾ ഇഷ്ടമാണ്. നിനക്ക് എത്ര സ്വർണം വേണമെങ്കിലും എത്ര ഇത് വേണം, നിങ്ങൾക്ക് സ്വന്തമായി വീട് കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കി തരാം. പക്ഷേ എനിക്ക് അവളെ വേണം, എൻ്റെ മനസ്സിനുള്ള ആഗ്രഹമാണ്. അപ്പോഴും ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഫാമിലി ഇല്ല? ഞാൻ പറഞ്ഞില്ല ഫാമിലിയുമായി, ഞങ്ങൾ ഫാമിലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവളുമായിട്ട് ഞാൻ ബന്ധമില്ല. എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ മിസിരിയാണ്. പക്ഷേ സാർ എനിക്കെങ്ങനെ എൻ്റെ വേറൊരു ഭാര്യയും മക്കളുള്ള ഒരു ആളെ കൊണ്ട് എൻ്റെ പെങ്ങളെ ഞാൻ എങ്ങനെ കെട്ടിക്കും? ഞാൻ അവളോട് ചെയ്യുന്ന ചതിയല്ലേ എന്ന് ഞാൻ പറഞ്ഞു. വാഫിസ്താദേ, പിന്നെ അങ്ങനെ ആയി നിങ്ങൾക്കും ഓൾക്കും നന്ന്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഓൾക്കും എന്തെങ്കിലും പിന്നെ പറ്റിയിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. സമ്മതിക്കണമെങ്കിൽ സമ്മതിക്കണം എന്ന് പറഞ്ഞു. എന്താ ഞാൻ ചെയ്യുക? ഷാമോൻ അത് കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമായി. പിന്നെ അതിനിടയിൽ അയാൾ വീണ്ടും വിളിച്ചിരിക്കുന്നു. ഒരു കോള് വന്നിരുന്നു, ഒരു സ്ത്രീയാണ് സംസാരിച്ചത്. എൻ്റെ മോനെങ്ങാനും നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി പിന്നെ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞാൽ എന്നെ വിളിച്ചു. എന്നോട് ചോദിച്ചു നിങ്ങൾ ആരെങ്കിലും ആണോ അത് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു. സത്യത്തിൽ ഷമ്മാസിനത് കറക്റ്റ് അറിയില്ലായിരുന്നു. കാരണം പിന്നീട് മനസ്സിലായി. എന്നാൽ ഫസ്റ്റ് ടൈമൊന്നും ഇങ്ങനെ ഒരിക്കലും ഉമ്മ കുഞ്ഞുവിനെ വിളിച്ചിട്ട് അവൻ്റെ നമ്പറിൽ നിന്ന് തിരിച്ച് വിളിക്കും എന്നുള്ള കാര്യം ഒരിക്കലും ഷമ്മാസിന് അറിയില്ലായിരുന്നു. കാരണം ഷമ്മാസ് ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ ഉമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ പിന്നെ ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. എന്നാൽ കുഞ്ഞുവിന് അല്പം ആശ്വാസം. എന്നാൽ അതിനിടയിൽ ഐഷുമ്മ പറയുന്നുണ്ട് വാഫി ഉസ്താദിനെ വിളിച്ച്, മോനെ എന്നാൽ പിന്നെ ഞമ്മക്ക് കുഞ്ഞുവിൻ്റെയും മിസ്സിൻ്റെയും നിക്കാഹ് ഇവിടെ വെച്ചങ്ങോട്ട് ഉമ്മ നമുക്ക് സംസാരിക്കാൻ ഒന്നുകൂടെ. കാരണം ഇതിനിടയിൽ വലിയൊരു ബാധ്യത ഒന്ന് തീർക്കാനുണ്ട്. ഇതൊന്നും തീർത്ത് ഒഴിവാക്കാതെ പറ്റില്ലുമ്മ. കാരണം അവർ ജീവിക്കാൻ അവർ സമ്മതിക്കൂല. അതാണ് ഞാൻ പറയണത്. ശരി, എൻ്റെ പെങ്ങളൊക്കെ തന്നെയാണ്, എന്താ ചെയ്യുമ്മ, കയ്യൂക്കുള്ളവർ കാര്യക്കാർ എന്നല്ലേ. ശരിയാണ്, അവളെ കോളേജിൽ വരെ കാണാൻ പോയിക്കണ അയാൾ, ഞാൻ പോലും അറിയാതെ. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എൻ്റെ പെങ്ങളാരും എൻ്റെ അനുവാദം ഇല്ലാതെ പോകുന്നതും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു തീരെ. എന്താ ചെയ്യുക, നമ്മളൊക്കെ പാവങ്ങളായിപ്പോയി. ഞാനൊക്കെ ഒരു പാവം ഉസ്താദാണ്. അതായത് എനിക്ക് ഈ ഒരു മദ്രസയും അതുപോലെ തന്നെ ഒരു രാവിലത്തെ മദ്രസ, പിന്നെ പള്ളിയിൽ ബാങ്ക് കൊടുക്കൽ, ഇതൊക്കെ തന്നെ ഉള്ളൂ. ഞങ്ങളൊക്കെ തുച്ഛമായ വരുമാനത്തിൽ ജീവിക്കുന്നവരാണ്. അതായത് മദ്രസയിൽ നിന്ന് ഒരു നേരം കിട്ടുന്നത് ഞങ്ങൾക്ക് 4000-5000 രൂപയാണ്. പിന്നെ പള്ളിയിൽ നിന്ന് കിട്ടും ചുരുക്കി പറഞ്ഞാൽ ഒരു 10-15,000 രൂപക്കുള്ളിലാണ് സാലറി വരുന്നത്. 10-15 ഇല്ലായിരുന്നു, അതും കൂട്ടിയിട്ട് മദ്രസയും കൂട്ടിയിട്ടൊരു 10-12 എന്നുള്ള രീതിയിൽ. കാരണം അവിടുത്തെ അവസ്ഥ അതായിരിക്കും. ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. കോടികൾ കൊണ്ട് പള്ളികളൊക്കെ ഉണ്ടാക്കും പലരും. പക്ഷേ എൻ്റെ അവിടുത്തെ വീട് കോയമ്പത്തൂരത്തെ പള്ളി ചെറുതാണ്, അതൊക്കെ. പക്ഷേ ഇവിടെയൊക്കെ കോടികളുടെ പള്ളികൾ ഉണ്ടാക്കും. എന്നാൽ അതിൽ ബാങ്ക് കൊടുക്കുന്ന ഉസ്താദുമാർ, അവിടെ ഇമാമത്ത് നിൽക്കുന്ന ഉസ്താദുമാരുടെ ശമ്പളം വളരെയധികം തുച്ഛമായ ശമ്പളമായിരിക്കും. അപ്പോൾ ഞങ്ങളൊക്കെ പാവങ്ങളാണ് ഉസ്താദുമാരെന്ന് പറഞ്ഞാൽ. പിന്നെ വാകളൊക്കെ പറഞ്ഞ് ഒരുപാട് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇങ്ങനെയുള്ള പാവപ്പെട്ട ഒരുപാട് ഉസ്താദുമാർ പെട്ടുപോകുന്നൊരവസ്ഥയാണ്. അതായത് ഞങ്ങൾക്കൊന്നിനും കഴിയൂല. ഞങ്ങളുടെ ആ ചിലവ് തന്നെ ഞങ്ങൾ കഷ്ടിച്ച് മുന്നോട്ട് പോവാണ്. പിന്നെ എൻ്റെ പെങ്ങൾ അവൾ എത്തീങ്കാനയിലായതുകൊണ്ട് തന്നെ എന്നാലും ഡ്രസ്സും കാര്യങ്ങളും ചില ഫീസുകളും അതൊക്കെ നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് എൻ്റെ കുട്ടീനെ ഞാൻ പഠിപ്പിച്ചത് ഇനിയുള്ള നല്ല രീതിയിലാക്കുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഈ പ്രിൻസിപ്പൾ പറയുന്ന ഈ കാര്യത്തിനോട് എനിക്ക് തീരെ, അതായത് മൂപ്പർക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ട്, എന്നോട് വെറുതെ പറയാണ് ഞങ്ങൾ ഡൈവേഴ്സാണ് എന്തൊക്കെയോ പറയുമ്പോൾ ഒരു മതപരമായി അറിവുള്ള ആൾക്കാരാണ് അവരൊക്കെ. അല്ലെങ്കിൽ ചില ആളുകൾ മതപഠനം കൂടിക്കഴിഞ്ഞാലും കേടന്നെയാണ്. അതൊരു മിതമായ രീതിയിലൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മളെവിടെ ഈ ഉസ്താദ് പള്ളി, എൻ്റെ ഫ്രണ്ട് ഫൈസി ഉസ്താദ്, മൂപ്പരൊക്കെ എന്തൊരു ഉസ്താദാണ്. അതൊക്കെ ഒരു ഉസ്താദ് തന്നെയാണ്. എന്താ അവരുടെ ഒരു ഡീസൻറ്റ്. കാരണം ഈ പ്രഭാഷണം പറഞ്ഞ് കിട്ടുന്ന ക്യാഷ് പോലും അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കണം. പക്ഷേ ഇവരൊക്കെ ഒരുപാട് ഉണ്ടാക്കണം, ഒരുപാട് സ്ഥാപനങ്ങൾ കെട്ടിപ്പൊക്കണം, ഒരുപാട് പേര് നേടണം എന്നുള്ള ചിന്താഗതിയാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. മോനെ, എന്തായാലും നമുക്ക് നല്ല രീതിയിലൊന്ന് അന്വേഷിച്ചപ്പോൾ എല്ലാം ഒന്ന് വേർപ്പെടുത്തിയിട്ട് അയാൾക്ക് അങ്ങനെ ഒരു മനസ്സിൽ ചിന്താഗതി ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ഇല്ലാതാക്കിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അതിലേക്ക് കടക്കാം. അതായിരിക്കും നല്ലത്.
എന്നാൽ ഷമ്മാസും അത് ശരിവെക്കുകയായിരുന്നു. എന്നാൽ ഈ സമയം ഏകദേശം വൈകുന്നേരമായി തുടങ്ങി. പുത്തൻ വീട് തറവാട്ടിൽ നടന്ന അക്കീക്കയും പേരിടൽ ചടങ്ങും മനോഹരമായി അവസാനിച്ചിരിക്കുന്നു. ആ കുഞ്ഞുങ്ങൾക്കും ആയിഷമ്മയുടെ ആഗ്രഹപ്രകാരം മനോഹരമായ പേരുകൾ തന്നെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ പേര്, ഹസൻ ഹുസൈൻ. ആ പേരുകൾ ആദ്യമായി എല്ലാവരുടെയും മുന്നിൽ ഉച്ചരിക്കപ്പെട്ടപ്പോൾ മുറ്റം മുഴുവൻ മാഷാ അല്ലാ എന്ന ശബ്ദം നിറഞ്ഞു. കുഞ്ഞുങ്ങളെ ഓരോരുത്തരും മാറി മാറി എടുത്തു സ്നേഹത്തോടെ നോക്കി. അള്ളാഹു ഇവരെ നന്മയിൽ വളർത്തട്ടെ, മാതാപിതാക്കൾക്ക് കണ്ണിൻ്റെ കുളിർമയാകട്ടെ, മാതാപിതാക്കൾക്ക് കണ്ണിൻ്റെ കുളിർമയാകട്ടെ. ദുആകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ആഘോഷത്തിന് ശേഷം അതിഥികൾക്ക് ഭക്ഷണം വിളമ്പി. വലിയ ചെമ്പുപാത്രങ്ങളിൽ തയ്യാറാക്കിയ വിഭവങ്ങൾ എല്ലാവർക്കും സ്നേഹത്തോടെ വിതരണം ചെയ്തു. ഓരോ അതിഥിയും വയറു നിറഞ്ഞ് ഭക്ഷണം കഴിച്ച് വീട്ടുകാരോട് നന്ദി പറഞ്ഞ് യാത്രയായി. വീട്ടുമുറ്റം പതുക്കെ ശാന്തമായി. വൈകുന്നേരത്തെ കാറ്റ് പുത്തൻ വീട് തറവാടിനെ മെല്ലെ തഴുകി. അകത്തെ മുറിയിൽ സമീറ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. ഹസനും ഹുസൈനും അവളുടെ അരികിൽ ശാന്തമായി ഉറങ്ങുകയായിരുന്നു. ഒരു കുഞ്ഞു ഉറക്കത്തിൽ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. അത് കണ്ടപ്പോൾ സമീറയുടെ മുഖവും വിരിഞ്ഞു. ഉമ്മയുടെ സന്തോഷം അറിയുന്ന പോലെ അവൾ മൃദുവായി പറഞ്ഞു. അപ്പോഴേക്കും വാതിലിൽ ഒരു മുട്ട് കേട്ടു. സമീറ, ഉസ്താദിൻ്റെ ശബ്ദമായിരുന്നു അത്. വരൂ ഇക്ക. അദ്ദേഹം അകത്തേക്ക് കടന്നു. ആദ്യം അദ്ദേഹത്തിൻ്റെ നോട്ടം പോയത് കുഞ്ഞുങ്ങളിലേക്കായിരുന്നു. 2 കുഞ്ഞുങ്ങളും ശാന്തമായി ഉറങ്ങുകയായിരുന്നു. ഉസ്താദ് പതുക്കെ അവരുടെ അരികിലിരുന്നു. ചെറിയ നെറ്റികളിൽ സ്നേഹത്തോടെ ചുംബനം നൽകി. അൽഹംദുലില്ലാ. അദ്ദേഹത്തിൻ്റെ ശബ്ദം വികാരത്താൽ നിറഞ്ഞിരുന്നു. എൻ്റെ 2 അനുഗ്രഹങ്ങൾ. സമീർ അത് കണ്ടുകൊണ്ടേയിരുന്നു. ഉസ്താദ് പിന്നീട് അവളെ നോക്കി പുഞ്ചിരിച്ചു. ഷമി, എന്തേക്ക? ഇന്ന് നിന്നെ കാണുമ്പോൾ എൻ്റെ മനസ്സ് നിറയുകയാണ്. സമീറ അതിശയത്തോടെ അദ്ദേഹത്തെ നോക്കി. എന്തുകൊണ്ട്? നീ എത്ര പരീക്ഷണങ്ങൾ സഹിച്ചു, എത്ര ദുആകൾ ചെയ്തു. ഇന്ന് അതിൻ്റെ മനോഹരമായ ഫലം നമ്മുടെ മുമ്പിലുണ്ട്. സമീറയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇതെല്ലാം അള്ളാഹുവിൻ്റെ കരുണയാണ്. ഉസ്താദ് സമ്മതത്തോടെ തലകുലുക്കി. അതെ, അള്ളാഹുവാണ് നമ്മെ ഒരുമിപ്പിച്ചത്. അള്ളാഹുവാണ് ഈ 2 മക്കളെയും നമുക്ക് നൽകിയത്. ഒരു നിമിഷം മുറിയിൽ നിശബ്ദത നിറഞ്ഞു. കുഞ്ഞുങ്ങളുടെ മൃദുവായ ശ്വാസം മാത്രം കേൾക്കാമായിരുന്നു. ഉസ്താദ് സ്നേഹത്തോടെ സമീറയുടെ കൈപിടിച്ചു. ഒരു കാലത്ത് എൻ്റെ ജീവിതം മുഴുവൻ ഇരുട്ടാണെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. സമീറ ശ്രദ്ധയോടെ കേട്ടു. പക്ഷെ അള്ളാഹു തൻ്റെ സമയത്ത് എൻ്റെ ജീവിതത്തിലേക്ക് തന്നെ നിന്നെ കൊണ്ടുവന്നു. അവളുടെ കണ്ണുകളിൽ കണ്ണീർ തിളങ്ങി. ഇക്ക, നീ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ അനുഗ്രഹമാണ് പെണ്ണെ. സമീർ അത് കേട്ട് പുഞ്ചിരിച്ചു. ഞാനും അത് തന്നെയാണ് പറയാൻ പോകുന്നത്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഈ സന്തോഷം ഞാൻ കാണുമായിരുന്നില്ല. ഇരുവരും ഒരുമിച്ച് ഹസനെയും ഹുസൈനെയും നോക്കി. ഉസ്താദ് പതുക്കെ പറഞ്ഞു. ഇവരെ നന്മയുള്ള മനുഷ്യരാക്കി വളർത്തുക എന്നതാണ് ഇനി നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം, ഇൻഷാ അല്ലാ. സമീറ മറുപടി പറഞ്ഞു. പുറത്ത് സന്ധ്യയുടെ കാറ്റ് മരച്ചില്ലകളെ തലോടിക്കൊണ്ടിരുന്നു. അകത്തൊരു കുടുംബം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഓർത്ത് ശുക്ർ പറഞ്ഞുകൊണ്ടിരുന്നു. ആ രാത്രി അതാ പുത്തൻ വീട് തറവാട്ടിൽ സമാധാനവും സന്തോഷവും മാത്രം. സമീറ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ചുംബനങ്ങൾ നൽകി. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് സമ്മാനിച്ച എൻ്റെ പെണ്ണിന് വേണ്ടേ ഒരു സമ്മാനമൊന്നും? ഇക്ക എന്താ പറയുന്നത്? എന്നാൽ അപ്പോഴേക്കും അതാ സമീറയുടെ കൈ മുറുകെ പിടിച്ച ഉസ്താദ്. അവളുടെ നെറ്റിയിൽ, അവളുടെ കവിളുകളിൽ അതെ ഉസ്താദ് മൃദുവായി ചുംബിച്ചു. സമീറ, മാഷാ അല്ലാ, ആകാശത്തെ അമ്പിളി പോലെ എൻ്റെ പെണ്ണിൻ്റെ മുഖവും വല്ലാതെ തിളങ്ങുന്നു. മാഷാ അല്ലാ. അത് സമീറയുടെ കവിളുകളിൽ ഉസ്താദ് പതുക്കെ ചുംബിച്ചു കൊണ്ട് പറഞ്ഞു. അവൾ നാണിച്ച് തല താഴ്ത്തി. ഉസ്താദേ. എന്താ പെണ്ണെ? അല്ല, പ്രസവം കഴിഞ്ഞിട്ട് 7 ദിവസമേ ആയിട്ടുള്ളൂ. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ റൂമിൽ ഇത്ര സമയം. ബെസ്റ്റ്. അല്ല, എനിക്കെന്താ ഇവിടെ നിൽക്കാൻ പറ്റൂലേ? എൻ്റെ പെണ്ണാണ് നീ, എൻ്റെ ഹലാലായ പെണ്ണാണ്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടെ നിൽക്കാം, വരാൻ, പോകാം അല്ലേ? ഞാൻ പള്ളിയിലേക്ക് പോവാണ്. പക്ഷെ അതിനു മുമ്പ് നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. പിന്നെ അതുമാത്രമല്ല, നിൻ്റെ ഈ മനോഹരമായ ഈ മുഖമൊന്ന് കണ്ട് ഒന്ന് മുത്തി മണക്കാൻ വല്ലാത്ത ആഗ്രഹം പെണ്ണേ. ഏതായാലും മുടികളച്ചിലൊക്കെ കഴിഞ്ഞ് റാഹത്തായില്ലേ?
നമ്മുടെ കുഞ്ഞുങ്ങൾ മുട്ടക്കുട്ടികളായി ഇവിടെ കിടക്കുന്ന കണ്ടില്ലേ, മാഷാ അല്ലാ. ഇക്ക ഐഷു അവിടെ ഉണ്ട്, നീ ഐഷു ഓർത്ത് പേടിക്കല്ലേ, ഐഷുവിനൊക്കെ അവർ നല്ല സേഫ്റ്റി നോക്കുന്നുണ്ട്. സെമി എന്തിക്ക, എന്നാ ഇനി ഒരുമിച്ച് നമുക്കൊന്ന്, ഓ അതെ കുറച്ചുകൂടി കഴിയട്ടെ കേട്ടോ. ഉസ്താദ് അതാ അവളെ വാരിപ്പുണർന്നു. അവളുടെ നെറുകിലിൽ ഒരുപാട് ചുംബനങ്ങൾ അർപ്പിച്ചു. ശരിക്കും തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം കണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അല്ലാഹുവേ എന്നും സ്നേഹം നിലനിർത്തി തരണേ അല്ലാ, അവൾ പ്രാർത്ഥിച്ചു. മോളെ ഞാനെന്നാ പോയാലോ പള്ളിയിലേക്ക്? ഇപ്പോൾ പള്ളിയിൽ തന്നെ കിടത്താം, കാരണം വീട്ടിലേക്ക് പോകാൻ തോന്നില്ല, ഫ്ലാറ്റ് ഒഴിഞ്ഞ് കിടക്കല്ലേ. നീ ഇല്ലാതെ ഞാൻ അങ്ങോട്ടും ഇല്ല പെണ്ണേ. ഞാൻ ഇൻഷാ അല്ലാ നാളെ സുഹ്റിൻ്റെ ഖബറിൻ്റെ അടുത്തുനിന്ന് പോകണം. ഒരു നിമിഷം ഉസ്താദ് അത് പറഞ്ഞപ്പോൾ സമീറയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇക്ക അതെ മോളെ കൂട്ടിക്കൊണ്ടുപോകണം, പറയണം കാര്യങ്ങളൊക്കെ. അതെ അള്ളാഹു എനിക്ക് 2 മക്കളെ തന്നതും ഒക്കെ ഞാൻ സ്വപ്നം കണ്ടത് പ്രകാരമാണ് ഞാൻ നിന്നെ വിവാഹം കഴിച്ചതും. സത്യമായിട്ടും അവൾ എനിക്ക് സ്വപ്നം കാണിച്ചു തരികയായിരുന്നു. അങ്ങനെയാണ് ഞാൻ മറ്റൊരു വിവാഹത്തിന് വേണ്ടി തുനിഞ്ഞത്. അല്ലാതെ ഒരിക്കൽ പോലും എൻ്റെ മനസ്സ്, ഏതായാലും സുഹ്റയുടെ അടുത്ത് പോയി ഖബറിങ്ങിൽ പോയി ദുആ ചെയ്യണം ഇൻഷാ അല്ലാ. ഇക്ക പോയിക്കോളി. അല്ലാ ഐഷു ഏതായാലും മക്കളുണ്ടല്ലോ ഇനി പ്രാർത്ഥിക്കാനൊക്കെ അല്ലേ? അതെ അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് 2 ആൺമക്കളെ നൽകിയല്ലോ. നമ്മൾ മരണപ്പെട്ടാലും നമ്മുടെ ഖബറിനരികിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ, ഖബറിനരികിലേക്ക് വരാൻ അള്ളാഹുവേ ഉണ്ടല്ലോ നമ്മുടെ മക്കൾ. സമീറ എനിക്ക് പഠിച്ച റബ്ബിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയുന്നില്ല. ഞാൻ എന്നാൽ പോട്ടെ മോളെ. സ്നേഹത്തോടെ തൻ്റെ ഭർത്താവ് അതാ വീണ്ടും അവളെ കൈപിടിച്ചു. പോട്ടെ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്നാൽ സമീറയുടെയും കുഞ്ഞുങ്ങളുടെയും അടുത്ത് നിന്ന് പോകാൻ മനസ്സിലായിരുന്നു ഉസ്താദിനെ. മനമില്ലാ മനസ്സോടു കൂടെ ഉസ്താദ് അതാ പോവുകയാണ്. ഷാമോൻ അത് കണ്ടു. ഉസ്താദേ പോവാണോ? അല്ല ഉസ്താദ് ഇന്ന് രാത്രി ഇവിടുന്ന് കഴിയാം. അല്ലടാ പോട്ടെ ഇൻഷാ അല്ലാ, എന്നാലും എല്ലാം റാഹത്തായി കഴിഞ്ഞല്ലോ അല്ലേ? എന്നാൽ ഈ സമയം അതാ നവാസ് ഫസീല പറയുകയായിരുന്നു. ഉമ്മ പറഞ്ഞു ഇന്നിപ്പോൾ എവിടേക്കും ആരും പോകണ്ട, എല്ലാവരും ഇവിടെ ഉള്ളിടത്ത് കിടന്നോളിന്ന്. ഫസീല പറയുകയായിരുന്നു, ഉമ്മ ഞാനും കുഞ്ഞും കുട്ടികളൊക്കെ അങ്ങോട്ട് പോയിക്കോളാം. അതായത് എന്താന്ന് വെച്ചാൽ ഇന്ന് സൗദിയുടെ കൂടെ നവാസ്ക്ക് കഴിയട്ടെ. മോളെ അല്ല ഓളും മുണ്ടും പറയും ചെയ്യാതെ ഓൻ്റെ എടുത്ത് ഇരുത്തിയിട്ട് എന്ത് കാര്യ പൊന്നാരെ? മുണ്ടും പറയൊന്നും ചെയ്യണം. ഓന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇവിടെ വരണം, ഒരു സമാധാനം കിട്ടണ്ടേ? ഇജ്ജ് പോവല്ലേ? ഉമ്മ ഞാൻ പോയിക്കോളാം. അല്ല എൻ്റെ പൊന്നാരെൻ്റെ ഫസീല ഇജ്ജിന്ന് പോകല്ലേ, ഞാൻ പറഞ്ഞിട്ട് കേക്ക്. ഇജ്ജ് ഉമ്മാനും ഇപ്പാനും കുഞ്ഞുവിനൊക്കെ ഉണ്ടാക്കി കൊടുത്താളാ, കുട്ടികൾ ഇവിടെ നിൽക്കട്ടെ, അങ്ങനെ പോരല്ലേ? ഉമ്മ അല്പം ഉച്ചത്തോടെയാണത് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഫസീല പോയില്ല. എന്നാൽ നവാസിനും വല്ലാത്ത വിഷമമായിരുന്നു ഫസീല അങ്ങോട്ട് പോകുമെന്ന് അറിഞ്ഞപ്പോൾ. ഇന്നിപ്പോൾ ആദ്യത്തെ ദിവസമായതുകൊണ്ട് ആദ്യം തന്നെ അങ്ങോട്ട് പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നവാസ് ഇവിടെ തന്നെ നിന്നത്. എന്നാൽ അതിനിടയിൽ ഷമ്മാസിൻ്റെ കൂടെ പോയി താടിയും മുടിയൊക്കെ വെട്ടി നല്ല വൃത്തിയായി വന്നപ്പോൾ നവാസിൻ്റെ മുഖത്ത് അല്പം ഒരു ഈമാൻ ലഭിച്ച പോലെ തോന്നി. ഓ എൻ്റെ കുട്ടിയെ, എന്നാലും വല്ലാത്തൊരു പുതുമന്നെയാണ് ഇപ്പോൾ ഇത്. ഇജിപ്പോൾ ആ ബിസിനസ്സിന് വേണ്ടി പോയിട്ട് ഇത്രയും താടിയും മുടിയൊക്കെ നീട്ടി വളർത്തേണ്ട അവസ്ഥ ഇപ്പോൾ എന്തേനും, അല്ലെങ്കിൽ തന്നെ കുറച്ച് രോമം കൂടുതലാണ്. ഒന്നരാടത് ഷേവ് ചെയ്തുകൊണ്ട് വെട്ടി മിനിക്ക് നടക്കുന്ന ആളായിന് ഓന്. ഷമ്മാസ് വരെ അത്ര വെട്ടാനില്ല, ഇതിപ്പോൾ കണ്ടില്ലേ? ഏതായാലും ഇപ്പോൾ നീമാൻ വെച്ചു. ഇനി അയ്യാതെ ആ ബിസിനസ്സിന് ഇഞ്ചി പോകണ്ടെൻ്റെ പൊന്നാര മനെ, പോയാൽ ശരിയാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആകപ്പാടെ കുളം തോണ്ടും. അങ്ങനെയൊന്നും പോകണ്ട. ഇപ്പോൾ ഉണ്ട് ആവശ്യത്തിന് നമുക്ക് അൽഹംദുലില്ലാ പഠിച്ച റബ്ബ് കണ്ടമാനം തന്നിക്കണ്. ഇനി അതിൻ്റെ ഇടയിൽ കൂടി ഒരു ബിസിനസ് ദയവായി ഇജ്ജ് പോകല്ലേ. ശരിക്കും ഐഷുമ്മയുടെ വാക്കുകൾ കേട്ട് നവാസ് ഷമ്മാസിൻ്റെ മുഖത്തേക്ക് നോക്കി ദയനീയമായി. ഉമ്മ അറിയുന്നില്ലല്ലോ, എനിക്ക് 4 ദിവസം കഴിഞ്ഞാൽ വീണ്ടും പോകണം. 4 ദിവസത്തെ ഇളവാണ് എനിക്കുള്ളത്. എന്നാൽ ഫസീലക്കും ആർക്കും ഇതറിയില്ല. പോയേ തീരൂ. കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത കേസ് കാര്യങ്ങൾ അതൊക്കെ അന്വേഷണത്തിലാണ്. അതിപ്പോഴും അതിൻ്റെ സത്യാവസ്ഥയൊന്നും അത് പുറത്ത് വന്നിട്ടില്ല. അതൊക്കെ ഇനി എന്നാവോ? ഏതായാലും ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ഇത്. ഏതായാലും നജീബ് സാറിനോട് വിളിച്ച് പറഞ്ഞ നജീബ് സാർ രാഹുലിനോട് പറഞ്ഞിട്ടാണ് ഇങ്ങനൊരു ജാമ്യം അനുവദിച്ചതും. പഠിച്ചവന് 4 ദിവസത്തെ കണക്ക്, അത് കഴിഞ്ഞാൽ തിരിച്ചു പോകണം. നവാസിൻ്റെ മനസ്സ് പിടക്കുകയായിരുന്നു. റബ്ബേ എന്ത് കാര്യത്തിനാണ് റബ്ബേ, ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. ചെയ്യാത്ത തെറ്റിനാണ് റബ്ബേ ഞാൻ ഇത്രമാത്രം ഇങ്ങനെ ഇടങ്ങാറാകുന്നത്.
എന്നാൽ ഫസീലയുടെ റൂമിലേക്ക് അന്ന് നവാസ് വന്നു. ഫസീല മുകളിലത്തെ റൂമിലായിരുന്നു, സൗദ താഴെയുമാണ് കിടക്കുന്നത്. കാരണം അവൾക്ക് സുഖമില്ല എന്നതിൻ്റെ പേരിൽ താഴെ തന്നെയാണ് അവൾ കിടക്കുന്നത്. എന്നാൽ ഫസീലയുടെ റൂമിലേക്ക് അന്നതാ നവാസ് പ്രവേശിക്കുന്നു. അന്ന് രാത്രി ജയിൽ ജീവിതത്തിന് ശേഷം ആദ്യമായി അതാ ഫസീലയുടെ റൂമിലേക്ക്, ബെഡ്റൂമിലേക്ക് അവൻ കടക്കുകയാണ്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.